ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചയെക്കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ 5000-ലധികം ആൾക്കാരുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി കഴിഞ്ഞപ്പോഴാണ് ഇവർ പറയുന്നതാണ് 5000-ലധികം, ഒരു 2000-ലധികം ആൾക്കാർ മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. എന്നാലും അത് ഭയങ്കരം തന്നെയാണ്. ചോറ് വയ്ക്കാത്ത ഇത്രയും 2000-ലധികം ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ അത് നടത്തി കഴിഞ്ഞവരാണ് ഈറ്റേക്ക് മനസ്സിലായത്, നമ്മൾ ഈടെയല്ല ഇനി വരേണ്ടത്, നമ്മൾ പ്രതാപൻ്റെ പുരക്കേക്കാണ്. അത് നമ്മളെ ഭാര്യയ്ക്കന്ന് പറയുകയും ചെയ്തു. തട്ടിപ്പ് കമ്പനി നടത്തി കഴിഞ്ഞാൽ, ഒരു കമ്പനി തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ MDൻ്റെ പുരക്കേക്കല്ലേ നമ്മൾ സാധാരണ പോവുക. പക്ഷേങ്കിൽ ഇത് ഇവിടെ തട്ടിപ്പ് നടത്തിയത് പിണറായി വിജയനെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. എന്തൊരു വിഡ്ഢികൾ, എന്തും ലീഡർമാർ പറയുന്നത് കേട്ടിട്ട് പൈസയും കൊണ്ടിട്ട് എന്നിട്ട് അവർ പറയുന്നത് കേട്ടിട്ട് 2 വർഷമല്ലേ തുള്ളിയത്, കോരങ്ങന്മാരെ പോലെ. അപ്പോൾ ഇപ്പം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഇവർ ജാഥ നടത്തേണ്ടത്, അല്ലെങ്കിൽ മുഖംമൂടി ധർണ നടത്തേണ്ടത് പ്രതാപൻ്റെ പരിക്കേക്കാണെന്ന്. അപ്പോൾ ഒരു പക്ഷേ അടുത്ത് തന്നെ കുറച്ച് ആളുകൾ പ്രതാപൻ്റെ പരിക്കേക്ക് പോയിട്ട് ആളെ പ്രശ്നമാക്കും. എന്തായാലും ശ്രീനെ അവിടെ ഉണ്ടാക്കാൻ സാധ്യതയില്ല. എന്തായാലും ഇവർ അവിടെ പോയി വീട് കാണാൻ പോകുന്ന ഒരു തരത്തിൽ കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിവരങ്ങൾ. എന്തായാലും 2 വർഷം തട്ടിപ്പ് കമ്പനീനെ താങ്ങി നടന്നിട്ട് ഇപ്പം എങ്കിലും മനസ്സിലായല്ലോ അല്ലേ? അത്രേ പറയാനുള്ളൂ. സന്തോഷം വന്ന് നമ്മളെ ഒരു ഇതുണ്ട്, സന്തോഷം വന്ന് വിശേഷാലേ. അതുപോലെ തന്നെ ഇതെല്ലാം കേൾക്കുമ്പം എന്തായാലും സന്തോഷം.